ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിതയെ ഉപദേശിക്കുകയാണ് ഇവിടെ മഹേഷ്. താൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടല്ലേ തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് മഹേഷേ? എനിക്ക് പേടിയാവുന്നു, അതുകൊണ്ടാണ് എൻ്റെ മനസ്സിലേക്ക് ടെൻഷൻ കയറി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇത് കിട്ടുമ്പോഴേക്കും ഞാനിവിടെ നിൽക്കണോ അതോ പോകണോ? ഞാൻ പറയുന്നത് എന്താണ് താൻ കേൾക്കാത്തത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം. എടോ, താൻ നല്ല ബോൾഡായ ഒരു സ്ത്രീയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്കും തൻ്റെ കുഞ്ഞിന് വലിയൊരു ആപത്ത് തന്നെ വരും. അത് കാണാൻ വേണ്ടിയാണ് ബാക്കിയുള്ളവരെല്ലാം കാത്തു നിൽക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ചിന്തിക്കണ്ടേ? എപ്പോഴും തൻ്റെ ഒപ്പം ഞാൻ തന്നെ കൂടെ ഇല്ലേ? ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞ് തനിക്ക് ധൈര്യം തരുന്നില്ലേ? താൻ ആ കുഞ്ഞിനെ പ്രസവിക്കും, നമ്മൾ ആ കുഞ്ഞിനെ നന്നായിട്ട് വളർത്തുകയും ചെയ്യും. തൻ്റെ ആഗ്രഹം പോലെ തന്നെ ആ കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മുടെ ആദ്യ മോനും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാകും. ആ ഒരു ഉറപ്പൊക്കെ ഞാൻ തന്നതല്ലേ. പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും പേടിച്ച് ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്? ഇനി മേലാൽ ഇനി അങ്ങനെ സങ്കടപ്പെടാൻ നിൽക്കരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത തലയൊക്കെ ആട്ടുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനസ്വിനെയാണ്. അപ്പം മനസ്വിനി എന്തൊക്കെയോ ബുക്കൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ വരുന്നുണ്ട് നമ്മുടെ ഡോക്ടർ ദേവിക വന്നിട്ട് മനസ്വിനി എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി. അപ്പം മനസ്വിനി അവിടെ നിന്ന് ചാടി എണീറ്റ് നേരെ ഡോക്ടർ ദേവികയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. കടക്കടി പുറത്ത്, നീ എന്തിനാടി എൻ്റെ വീട്ടിലേക്ക് വന്നത്? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ വീട്ടിലേക്ക് വരാൻ എന്ന് പറഞ്ഞപ്പോഴേക്കും നിന്നെ തീർക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. നീ എന്താ വിചാരിച്ചത്? എല്ലാം അങ്ങോട്ട് തകർത്ത് കളയുന്നു. അപ്പോൾ ആഷിതയും വരിക. ഇവരെന്താ സംസാരിക്കുന്ന അറിയാൻ വേണ്ടി ആഷിത ഇങ്ങനെ നിൽക്കുകയാണ്. നീ ഇഷിതയുടെ വീട്ടിൽ പോയല്ലേ? എന്നിട്ട് അവളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലേ? പക്ഷേ മനസ്വിനി, നീ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. ഇഷിതയും ഇഷിതയുടെ കുഞ്ഞിനും ഒരാപത്തും പറ്റില്ല. അവര് സുഖമായിട്ട് തന്നെ കഴിയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആഷിതാകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. എന്തൊക്കെയാ കേൾക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഈ ഡോക്ടർ ദേവിക ഇങ്ങനെ പറയാണ്, നിന്റെ മനസ്സിലിരിപ്പൊന്നും നടക്കില്ല. നീ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടി. ചില പാപങ്ങൾക്ക് ഞാനും നിൻ്റെ ഒപ്പം നിന്നു. പക്ഷേ അതിനെല്ലാം പശ്ചാത്തപിച്ചാണ് ഇഷിതയുടെ കുഞ്ഞിനെ രക്ഷിക്കണമെന്നുള്ളൊരു ഒറ്റ വാശിയായിട്ട് ഞാൻ നടക്കുന്നത്. ആ സമയത്ത് ആ കുഞ്ഞിനെ നശിപ്പിക്കാനാണ് നിൻ്റെ ഭാവമെങ്കിൽ മനസ്വിനി, അത് നടക്കില്ല. ഈ ഡോക്ടർ ദേവിക ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേടി, നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോയിരുന്നെങ്കിൽ കുഞ്ഞിനെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനസ്സുവിനുടെ കാരണം നോക്കി ഒന്ന് കൊടുക്കുകയാണ് ദേവിക. മിണ്ടിപ്പോകരുത് നീ. ഡോക്ടർ ദേവിക രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വന്നത്, മനസ്സിലായോ? ഇനി ഇഷിതയ്ക്ക് നേരെ നീ ഒരു വിരൽ പോലും നീ ചൂണ്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനിപ്പിക്കും നിന്നെ ഞാൻ. അതിനു വേണ്ടി തന്നെയാണ് ഞാനിങ്ങോട്ട് നിന്നെ കാണാൻ വേണ്ടി വന്നത് മനസ്വിനി. ഇനി ഇഷിത നീ വേദനിപ്പിക്കാൻ പാടില്ല. നീ കാരണം ആ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വരവും കൂടി ഞാൻ വരും. അന്നേരം ഈ ഡോക്ടർ ദേവികയുടെ കൈ കൊണ്ട് തന്നെയായിരിക്കും നിന്റെ മരണം. മനസ്സിലായില്ല? അപ്പോൾ നമ്മുടെ ആഷിത ഓടി വരികയും, ഡോക്ടറെ എന്താ ഡോക്ടറെ, എന്തൊക്കെയാ കേൾക്കുന്നത്? എൻ്റെ അനീതിക്ക് എന്താ സംഭവിച്ചത്? എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ഡോക്ടർ ദേവിക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പറയില്ല. കാരണം ഈ സ്ത്രീ കാരണം നിൻ്റെ അനിയത്തിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അവൾക്ക് ബ്ലീഡിങ് ആയി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആഷിത ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവള് കാരണം മാനസികമായി വേദനിപ്പിക്കാൻ വേണ്ടിയാണ് ഇവൾ ആ വീട്ടിലേക്ക് കയറി ചെന്നത്. ഞാൻ അവസാനം വാണിംഗ് തരുന്നു, നീ കാരണം ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ തീർത്ത് കളയും എന്നും പറഞ്ഞ് ദേവിക അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ദേവിക അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ആഷിത ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നിങ്ങൾ എന്തിനാ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയിട്ട് അവളെ മാനസികമായി ബുദ്ധിമുട്ടിച്ചത്? നിങ്ങൾക്ക് ഒരു ലജ്ജയില്ല, നാണമില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ മനസ്വിനിക്കും കരി വരിക. മനസ്വിനി കൈയെടുത്തിട്ട് ആഷിതയുടെ കാരണം നോക്കി ഒന്ന് കെടുക്കുകയാണ്. എന്താടി, നിനക്ക് എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടി, ധൈര്യം ഉണ്ട്, നീ തല്ല്, നിൻ്റെ കൈ പൊങ്ങില്ല. ഒരാൾ വീട്ടിൽ കയറി വന്ന് സ്വന്തം അമ്മായിയമ്മയുടെ മുഖത്ത് തല്ലി, എന്നിട്ട് നീ നോക്കി നിൽക്കാനല്ലേ നിനക്ക് കഴിഞ്ഞുള്ളൂ. അവിടെ നിനക്ക് പ്രതികരിക്കാനായിട്ട് കഴിഞ്ഞില്ലല്ലോ. എന്നിട്ട് അവളെന്നോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. പിന്നെ ഇഷിത പ്രസവിക്കില്ലെന്ന് പറഞ്ഞത് ഈ മനസ്വിനിയാണ്. മനസ്വിനി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ അനിയത്തി പ്രസവിക്കില്ലടി. അതിന് ഈ മനസ്വിനി സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മനസ്വിനി പോയി കഴിഞ്ഞപ്പോഴേക്കും ആഷിതയ്ക്ക് ദേഷ്യം വരും. ആഷിതയെ അവിടെ നിന്ന്
എന്തോ രണ്ടും കൽപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഞ്ജിമയാണ്. അപ്പോൾ മഞ്ജിമയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, അജിത്ത് വിളിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ മഞ്ജിമ നേരെ അജിത്തിനെ വിളിക്കുകയാണ്. അപ്പോൾ അജിത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമയുടെ കോള്, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവളുടെ കോൾ എത്തി. അപ്പോൾ അവൾക്ക് എന്നോട് സംസാരിക്കാതിരിക്കാനായിട്ട് കഴിയില്ല എന്ന് ചിന്തിച്ച് മഞ്ജിമയെ വിളിക്കുകയാണ്. എന്താ മഞ്ജി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എന്താടാ നീ എന്താ എന്നെ വിളിക്കാതിരുന്നത്? അത് ശരി, ഞാൻ വിളിക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലെന്ന് മഞ്ജിമയ്ക്കും വിളിച്ച് ചോദിക്കാമായിരുന്നല്ലോ. എന്നിട്ട് മഞ്ജി എന്താ വിളിച്ചത് ചോദിക്കാതിരുന്നത്? അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല, നിന്നെ ഞാൻ ഓർക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു സംഭവം നടന്നെന്നേ. അതെന്താണെന്നറിയാവോ? എൻ്റെ ഏട്ടൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊരു വേദന, അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ ഒരു ടെൻഷനിലായിരുന്നു ഡാ, അതുകൊണ്ടാണ് നിന്നെ വിളിക്കാതെ പറ്റാതിരുന്നത്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ വീട്ടിലിപ്പോൾ ആരും കാണൂലല്ലോ അല്ലേ? അപ്പോൾ എനിക്കങ്ങോട്ട് വരാവോ എന്ന് ചോദിക്കുമ്പോൾ, മനസ്സിലായി. ഒന്നുമില്ല, അവിടെ വന്ന് നിന്നോട് 2 വർത്തമാനം പറയണം, അത്രേ മാത്രമേ ഉള്ളൂ. പിന്നെ നീ എനിക്കൊരു കോഫി മാത്രം ഇട്ട് തന്നാൽ മതി. കോഫി കുടിച്ചിരിക്കാൻ വേണ്ടിയല്ല എന്നെനിക്കറിയാം ഇങ്ങോട്ട് വരുന്നത്. നീ ഒന്ന് പറ മഞ്ജി, അവിടെ ആരെങ്കിലും ഉണ്ടോ? അച്ഛനുണ്ട്, അച്ഛൻ പോയിട്ടില്ല. എങ്ങനെയെങ്കിലും അച്ഛനെയും കൂടി പറഞ്ഞു വിടാൻ നോക്ക്. അപ്പോൾ പിന്നെ എനിക്കങ്ങോട്ട് വരാലോ, നമുക്ക് സ്വസ്ഥോടിരുന്ന് സംസാരിക്കാം. ശരി, ഞാൻ അച്ഛനെ പറഞ്ഞു വിടാൻ പറ്റുമെന്ന് നോക്കട്ടെ, എന്നിട്ട് നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുക. അപ്പോൾ മഞ്ജിമ നേരെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രാമനാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പെടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമയ്ക്ക് ഭയങ്കര സന്തോഷം. അച്ഛൻ എവിടെ പോവാ അച്ഛാ? അതെ, ഒരു പെണ്ണ് ഇവിടെ നിന്ന് ബ്ലീഡിങ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അടുത്തൊന്ന് പോകണ്ടേ? നിനക്കേ ആ ചിന്തയില്ല, ഞാനെങ്കിലൊന്ന് പോട്ടെ. ആണോ അച്ഛാ? അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോവാണോ? അതെ, ഹോസ്പിറ്റലിലേക്ക് പോവാണ്. എന്താ പ്രശ്നം? അല്ല അച്ഛാ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് എപ്പോഴാ അച്ഛാ വരുന്നേ? എന്താടി ഞാൻ എപ്പോഴാ വരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? പതിവില്ലാത്തൊരു ചോദ്യം. അതല്ല, ഹോസ്പിറ്റലിൽ പോവുകയാണല്ലോ, അപ്പോൾ അവിടെ കുറേ നേരം നിൽക്കുമോ അല്ലെങ്കിൽ പെട്ടെന്ന് വരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാ. അതെ, അവിടുത്തെ ആ സാഹചര്യം പോലെ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അച്ഛൻ പോയിക്കോ അച്ഛാ, എനിക്കെന്ത് കുഴപ്പം? ഞാനിവിടെ നല്ല ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കണം, അല്ലെങ്കിൽ നീ ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാമൻ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോയപ്പോഴേക്ക് മഞ്ജിമയ്ക്ക് ഭയങ്കര സന്തോഷം. മഞ്ജിമ ഓടിപ്പോയി റൂമിൽ പോയിട്ട് ഫോൺ എടുത്തിട്ട്, അതേ അച്ഛനും പോയി. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒരുങ്ങായിരുന്നു, അതുകൊണ്ട് അച്ഛനും പോയി. ഇനി നീ ഇങ്ങോട്ട് വന്നോ? എൻ്റെ പൊന്നും മുത്തേ, എനിക്ക് സന്തോഷമായി. ഞാൻ എപ്പോൾ വന്നെന്ന് ആലോചിച്ചാൽ മതി എന്നും പറഞ്ഞ് ഫോൺ വെക്കുക. മഞ്ജിമയാണെങ്കിൽ ഭയങ്കര സന്തോഷം നിൽക്കുക. അപ്പോൾ മഞ്ജിമ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ ഭർത്താവാണെങ്കിൽ കണ്ട വഴിക്ക് ഇങ്ങനെ നടക്കുകയല്ലേ, ആ ഭർത്താവിന് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാമല്ലോ, സന്തോഷത്തോടെ ജീവിക്കാമല്ലോ. അപ്പോൾ എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാൻ പാടില്ലേ? ഞാനും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഡോർ തുറന്നത്. വരുന്നത് നമ്മുടെ രാമനെ കണ്ടതോടുകൂടി മഞ്ജിമയുടെ കിളി പോയി. അച്ഛനോ? ഞാൻ എന്താ, നീ എന്നെ കണ്ടിട്ടില്ലേ? അച്ഛനെന്താ വന്നത്? എന്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? അതല്ല, ഹോസ്പിറ്റലിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയതാണല്ലോ, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചതാ. ഞാനേ നേരെ സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ പെട്ടെന്നാണ് മഹേഷിൻ്റെ വിളി വന്നത്. അപ്പോൾ മഹേഷ് പറഞ്ഞു, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അച്ഛൻ ഏതായാലും വരണ്ട, ഇഷിതയാണെങ്കിലും നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചു എന്ന്. അതുകൊണ്ട് പിന്നെ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഇത് കേട്ടാ നമ്മുടെ മഞ്ജിമ ഞെട്ടിപ്പോവാണ്. എൻ്റെ ദൈവമേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അജിത്താണെങ്കിൽ ഇപ്പോൾ എത്തുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മഞ്ജിമ നേരെ റൂമിലേക്ക് കയറി അജിത്തിനെ വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ കോള് കിട്ടുന്നുമില്ല, എടുക്കുന്നുമില്ല. വല്ലാത്തൊരവസ്ഥ. ഇനി എന്ത് ചെയ്യും? അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഇഷിതയും മഹേഷും സ്വപ്നവല്ലിയും ഒക്കെ കയറി വരിക. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ മഞ്ജിമാകെ പോവാണ്. അങ്ങനെ മഞ്ജിമ നേരെ അവരുടെ അടുത്ത് ചെന്നിട്ട്, എന്താ ഇഷിതേ ഡോക്ടറെ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചത് എന്തിനു വേണ്ടിയാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എനിക്കവിടെ ഹോസ്പിറ്റലിൽ കിടക്കാനായിട്ട് തോന്നിയില്ല, അത് മടുപ്പാ, അതുകൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങോട്ട് വരാമെന്നൊക്കെ വിചാരിച്ചതാണ് ഇഷിതേ, അപ്പോഴല്ലേ നീ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വന്നത്, എല്ലാം നല്ല കംപ്ലീറ്റ് ആയിട്ട് പോരായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട് എന്ന് പറഞ്ഞപ്പോഴെങ്കിൽ എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല, ഞാനേ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന ഇതേ ഉള്ളൂ എന്നൊക്കെ ഇഷിത പറയാം. അപ്പോൾ ഈ മഞ്ജിമയുടെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷനൊക്കെ കാണുക. അപ്പോൾ നമ്മുടെ മഹേഷ് ആണെങ്കിൽ, എന്താ മഞ്ജിമേച്ചിക്ക് ഭയങ്കര വെപ്രാളാണല്ലോ, കാല് നിലത്ത് ഉറയ്ക്കുന്നില്ലല്ലോ, ഇതെന്ത് പറ്റി? അപ്പോൾ ഇഷിതയും, അത് ശരിയാണല്ലോ മഹേഷ് പറഞ്ഞത്,
ചേച്ചിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്താ ചേച്ചി? എനിക്കെന്ത് പ്രശ്നം? ആ ശരി, എനിക്കൊരു പ്രശ്നവുമില്ല, നീ പോടെ ഇറക്കാം, നീ പോയി റെസ്റ്റ് എടുക്കാനായിട്ട് നോക്ക് എന്നിങ്ങനെ പറയാം. അങ്ങനെ പെട്ടെന്ന് ഒരു കോളിംബെല്ല് കേൾക്കുക. കോളിംബെല്ല് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമ പേടിച്ചു പോയി. ഇനി അവൻ അജിത്താണോ എന്ന് ചിന്തിച്ചാൽ നിൽക്കുന്നത്. അപ്പോൾ ചിപ്പിമോളാണെങ്കിൽ ഞാനേ ആദിയേട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആദിയേട്ടനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു വാതിൽ ഓർക്കുക. അപ്പോൾ ആദ്യ തന്നെയായിരുന്നു. ആദ്യം കണ്ടു കഴിഞ്ഞപ്പോഴേക്കുമാണ് നമ്മുടെ മഞ്ജിമയ്ക്ക് സമാധാനമായത്. ഇനി ചെറുക്കൻ്റെ ഒരു കുറവ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആദ്യം അവിടെ വന്നിട്ട് ഇഷിതാമ്മേ എങ്ങനെയുണ്ട് ഇഷിതാമ്മേ? ഇഷിതാമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കൊരു കുഴപ്പമില്ല മോനെ എന്നൊക്കെ പറയാം. ചിപ്പിയനോട് വിളിച്ചു പറഞ്ഞപ്പോഴേക്ക് ഞാനാകെ പേടിച്ചു പോയി. അതുകൊണ്ട് ഓടി ഞാൻ ഇഷിതാമ്മയെ കാണാനായിട്ട് വന്നത്. ഏതായാലും മോൻ വന്നല്ലോ. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ മോനെ കാണാനായിട്ട് പറ്റിയല്ലോ. അമ്മയ്ക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷമായെന്ന് പറയാം. അമ്മ ഏതായാലും വന്നേ നമുക്ക് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും സ്വപ്ന വലിയ ചായ എടുക്കാൻ പോവാണ്. നമ്മുടെ മഹേഷും കൂടെ പോവാം. അപ്പോൾ മഹേഷും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമ നേരെ പുറത്തേക്ക് ഇറങ്ങി ഒറ്റ ഓട്ടോ ഓടി നേരെ ഗേറ്റിന് പുറത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും അജിത്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ട മഞ്ജിമ പേടിച്ചു പോയി. മഞ്ജിമ നേരെ അങ്ങോട്ട് ഓടി ചെന്നിട്ട് അജിത്തെ പൊയ്ക്കോ നീ പൊയ്ക്കോടാ. പോകാനോ? അതുകൊള്ളാം, നീ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്. എന്നിട്ട് ചുമ്മാ തോന്നിയാസം പറയാൻ നിൽക്കരുതേ. ഇവിടം വരെ വന്നിട്ട് എന്നോട് പൊയ്ക്കോളാന്ന്. അതല്ല. എന്തതല്ലാന്ന്? കള്ളി പേടിച്ചിട്ടാണല്ലേ? വീട്ടിൽ ആരും ഇല്ലല്ലോ, നമുക്ക് പോകാം. അതല്ലടാ, അവിടെ പോയ കുഴപ്പമൊക്കെ അവിടെ എല്ലാവരും ഉണ്ടെന്നോ? അതേന്നേ, എല്ലാവരും ഉണ്ട്. പോയത് അച്ഛനെ പറഞ്ഞു വിട്ട് ഞാൻ സമാധാനത്തോടെ നിന്നതാ. അപ്പോഴേ അച്ഛൻ പറയാ ഞാൻ പോയില്ല, അവരെ ഡിസ്ചാർജ് ചെയ്തു എന്ന്. ഇപ്പം എല്ലാവരും വീട്ടിലുണ്ട്. മഞ്ജി എന്നെ പറ്റിക്കല്ലേ, ഞാൻ വരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനി ഞാൻ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും വരുമെന്നുള്ളൊരു പേടി. അതുകൊണ്ടല്ലേ നീ എന്നോട് ഇപ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞ? അല്ല, ഞാൻ പറയുന്നത് സത്യമോടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവരെല്ലാവരും അവിടെയുണ്ട്. ഇപ്പം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിടിക്കപ്പെടും, അത് ഉറപ്പാ. പിന്നെ ഒരു ദിവസം നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ഞാൻ ആകെ ആഗ്രഹിച്ച് വന്നതാ. ഇനി എപ്പോഴത്? ഞാൻ വിളിക്കാന്നേ, എത്രയും പെട്ടെന്ന് വിളിക്കണം. സത്യയോടെ ഞാൻ വിളിക്കാം. ദൈവത്തോർത്ത് ഇപ്പോൾ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് പെട്ടെന്ന് പോകാൻ നോക്ക്. ഞാൻ നിന്നെ ഈ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. പക്ഷെ നീ ആണെങ്കിൽ കോൾ എടുക്കുന്നുണ്ടോ? ഒന്നുമില്ല, പെട്ടെന്ന് പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജിമ പെട്ടെന്ന് ഇയാളെ പറഞ്ഞയക്കാം. അങ്ങനെ മഞ്ജിമ നേരെ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് അവിടെ നിൽക്കുക. പതുക്കെ കഥ കിടക്കുക. ഒന്നും അറിയാത്ത രീതിയിൽ മഞ്ജിമ അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹലോ ചേച്ചി, അവിടെ നിന്നേ, എവിടെയായിരുന്നു പോയത്? ഞാനൊന്ന് പുറത്തു പോയി. എന്തിനു പുറത്തു പോയി? അത് ശരി, എനിക്കെന്താ പുറത്തു പോകാൻ പാടില്ലേ? എനിക്കെൻ്റെ ഭർത്താവിനെ വിളിക്കാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ല. ഞാനെന്താ ഇവിടെ കെട്ടും പൂട്ടി കെട്ടി അടിമയായിട്ട് ജീവിക്കണമെന്നാണോ നീ പറയുന്നത്? എടാ, ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അല്ല, ഞാനും ഇഷിതയും കൂടി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ഞാനിങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പെട്ടെന്ന് ഓടിപ്പോയി. അതെന്താണാവോ ഇത്ര പെട്ടെന്ന് പോകാൻ? ആരെ കാണാൻ വേണ്ടി പോയതാണ്? മഹേഷേ, തോന്നിയ ദിവസം പറയാൻ നിൽക്കരുത് കേട്ടോ. എനിക്കെന്താ പുറത്തേക്കൊന്ന് പോകണമെന്ന് തോന്നി ഞാൻ പോയി. അല്ല, ഇങ്ങനെ വെപ്രാളപ്പെട്ടു പോകേണ്ട കാര്യമൊന്നുമില്ല, എനിക്കങ്ങനെ തോന്നിയില്ല. ചേച്ചി ഞങ്ങളുടെ മുന്നിൽ തന്നെ കുറേ അടിപതറിങ്ങി നിൽക്കുകയായിരുന്നു. ഇതിനെയൊക്കെ പറയുന്നൊരു പേരുണ്ട്, ചുറ്റിക്കളി. എടാ മഹേഷേ, നിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായിട്ടോ. അത് ശരി, അപ്പം ഞാൻ ചുറ്റിക്കളിക്ക് നിൽക്കുകയാണെന്നാണ് നീ പറഞ്ഞു വരുന്നത് അല്ലേടാ? അപ്പം ഇങ്ങനെ മഹേഷ് ആണെങ്കിൽ തലയാട്ടി ഒന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.